നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 2022 മുതൽ നടത്തിയിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ഓരോ ചോദ്യങ്ങൾ എടുത്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങളുമാണ്. അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 നടന്ന മാർത്താണ്ഡവർമ്മയല്ല 2022 നടന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഒന്നാമത്തെ ചോദ്യം മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട വസ്തുതകളായിരുന്നു. അപ്പൊ നമുക്ക് പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് കേരള ഹിസ്റ്ററിയിലെ മാർത്താണ്ഡവർമ്മയുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡേറ്റാസ് ആണ്. ഈ 4 സ്റ്റേറ്റ്മെന്റ് കണ്ടോ, ഈ 4 സ്റ്റേറ്റ്മെന്റും നമ്മുടെ കേരള ഹിസ്റ്ററിയില് അധ്യായം 19 മാർത്താണ്ഡവർമ്മയും ധർമ്മരാജാവും എന്ന് പറയുന്ന ആ 19ാമത്തെ ടോപ്പിക്കിലുള്ള 4 സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ബി ആയിരുന്നു കറക്റ്റ് ആയിട്ടുള്ളത്. എല്ലാം ശരിയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുവാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിന്റെ കംപ്ലീറ്റ് ഡേറ്റാസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ പറയുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെ PSC ചോദിക്കാൻ സാധ്യതയുള്ള മാർത്താണ്ഡവർമ്മയുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് പോയിന്റ്സ് നമ്മൾ പറയും. അതിനുശേഷം നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇത് പറയുന്ന പോർഷൻസ് വിശദമായിട്ട് നോക്കാം. അപ്പൊ മുന്നോട്ട് ഏതൊരു എക്സാമിനും മാർത്താണ്ഡവർമ്മയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചോദിക്കുമ്പോൾ ഇത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അറിയാൻ വയ്യാത്തവർക്കായിട്ട് എക്സ്ട്രാ പറയുന്ന പോയിന്റ്സ് നോട്ട് ചെയ്ത് പഠിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. 1. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ജനജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും അവരുടെ സംസ്ഥാനത്തിന്റെ ഒരു വലിയ ശക്തിയായി സ്ഥാപിച്ചു. അതായത് അവരെ സംസ്ഥാനത്തിന്റെ വലിയ ശക്തിയായിട്ട് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. യോഗക്കാർ അവർക്ക് പിന്തുണയും നൽകി. 2. രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ കവികൾ കൊട്ടാരം അലങ്കരിക്കാനായിട്ട് എത്തി. 3. ദേവസ്വം, ബ്രഹ്മസം, ദാനം, പണ്ടാരം വക എന്നീ പ്രധാന തലങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയുടെ വർഗീകരണം മല്ലൻ ശങ്കരനാണ് അവതരിപ്പിച്ചത്. 4. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർത്ത് മണ്ഡപത്തും വാതുക്കൽ രൂപീകരിച്ചു. ഇത് ഇന്നത്തെ തഹസീൽദാരുടെ സ്ഥാനമുള്ള കാര്യക്കാരുടെ കീഴിലായിരുന്നു. 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് മാർത്താണ്ഡവർമ്മയെ പറ്റിയിട്ടുള്ള PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങൾ വേഗത്തിൽ ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് അറിയേണ്ടത് മാർത്താണ്ഡവർമ്മ 1706 ജനിച്ചത്. അതെല്ലാവർക്കും അറിയാം. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആണല്ലോ. അതുപോലെ ഇദ്ദേഹത്തിന്റെ ഭരണനയം കേരള ചരിത്രത്തിൽ ദ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയുടെ ഭരണ നയമാണ്. അതുപോലെ ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അതിനകത്തൊന്നും സംശയമൊന്നുമില്ലല്ലോ. അപ്പം മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്തെ ആ തലസ്ഥാനം ഏതായിരുന്നു എന്ന് ചോദിക്കാറുണ്ട്. പത്മനാഭപുരമായിരുന്നു. കൽക്കുളത്തെ പത്മനാഭപുരമായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് വ്യാപാരത്തിന്റെ തലസ്ഥാനം ഏതായിരുന്നു? മാവേലിക്കരയായിരുന്നു. അതുപോലെ തൃപ്പടിദാനം, 1ാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? മാർത്താണ്ഡവർമ്മ തന്നെയാണ്. അതുപോലെ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് പ്രീവിയസ് ചോദ്യമാണ്. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവായിരുന്നു മാർത്താണ്ഡവർമ്മ. ആരൊക്കെ തമ്മിലാണ് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചിട്ടുള്ളത്? മാർത്താണ്ഡവർമ്മയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാര് അഥവാ ബ്രിട്ടീഷുകാരും തമ്മിലാണ് ഈ ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്നത്. 1723 വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. അതുപോലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയും ഏതായിരുന്നു? ഈ വേണാട് ഉടമ്പടിയായിരുന്നു. അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായിട്ട് ആദ്യമായിട്ട് ഒപ്പിട്ടത് ഏതായിരുന്നു ഉടമ്പടി? വേണാട് ഉടമ്പടി തന്നെയായിരുന്നു. അതുപോലെ കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുവർച്ചിത്രം, ഏറ്റവും വലിയ ചുവർച്ചിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗജേന്ദ്രമോക്ഷം. ആ ഗജേന്ദ്രമോക്ഷം ചുവർച്ചിത്രം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവായിരുന്നു മാർത്താണ്ഡവർമ്മ. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് ഇദ്ദേഹം. അതുപോലെ കണ്ടെഴുത്ത് അഥവാ ഭൂസർവേ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവും ആര് തന്നെ? മാർത്താണ്ഡവർമ്മയും തന്നെ ആയിരുന്നു. ദെൻ എട്ടര യോഗം എന്ന് പറയുന്നത് ഭരണസമിതി, നിങ്ങൾ കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണസമിതി അറിയപ്പെടുന്നതാണ് എട്ടര യോഗം. ഇതാണ് എട്ടര യോഗം എന്ന് പറയുന്നത്. ആ എട്ടര യോഗവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിനകത്തും അത് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എട്ടര യോഗം എന്ന് പറയുമ്പം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണ നിർവാഹക സമിതിയായിരുന്നു എട്ടര യോഗം. ദേവസ്വം കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ 8 പോറ്റിമാർക്കും ഓരോ വോട്ട് വീതവും മഹാരാജാവിന് 1/2 വോട്ടും. ഇത് 8 പേര്, അതായത് തിരുമേനിമാർക്ക് 8 പേർക്കും 1/2 വോട്ട് ആർക്ക്? രാജാവിനും. അതാണ് ഈ എട്ടര യോഗം. അപ്പം എട്ടര യോഗം കൂടുമ്പം അധ്യക്ഷ പദം അലങ്കരിച്ചിരുന്നത് പുഷ്പാഞ്ജലി സ്വാമിയാർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു.
ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യത്തിനകത്ത് സംശയമൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമ്മുടെ ക്വസ്റ്റ്യൻ അകത്ത് തന്നെ പറയുന്നുണ്ട്, മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ജനജീവിതത്തിലെ പിള്ളമാരും മാടമ്പിമാരും അവരെ സംസ്ഥാനത്തിന്റെ ഒരു വലിയ ശക്തിയായി സ്ഥാപിച്ചു, യോഗക്കാർ അവർക്ക് പിന്തുണയും നൽകി എന്നുള്ളത്. അപ്പൊ ഈ 8 വീട്ടിൽ പിള്ളമാര് അതുപോലെ മാടമ്പിമാരും പറയുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഈ 8 വീട്ടിൽ പിള്ളമാരെന്ന് പറയുന്നത്? ക്ഷേത്രം വക വസ്തുക്കൾ 8ആയി ഭാഗിച്ച് കരം പിരിക്കുന്നതിനും മറ്റുമായിട്ട് ഓരോ ഭാഗവും ഓരോ നായർ മാടമ്പിമാരെ ഏൽപ്പിച്ചു. ഈ നായർ മാടമ്പിമാരെ 8 വീട്ടിൽ പിള്ളമാരെന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഓക്കെ. കുളത്തൂർ, കഴക്കൂട്ടം, ചെമ്പഴന്തി, കുടമൺ, പള്ളിച്ചൽ, വെങ്ങാനൂർ, രാമനാമഠം, മാർത്താണ്ഡ മഠം എന്നിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള 8 ഗ്രാമങ്ങളിലെ കുടുംബക്കാരായിരുന്നു ഈ 8 വീട്ടിൽ പിള്ളമാരെന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഈ 8 വീട്ടിൽ പിള്ളമാരെന്ന് പറയുന്നത് എന്തായിരുന്നു? ക്ഷേത്രം വക വസ്തുക്കൾ 8ആയി ഭാഗിച്ച് കരം പിരിക്കുന്നതിനും മറ്റുമായിട്ട് ഓരോ ഭാഗവും ഓരോ നായർ മാടമ്പിമാരെ ഏൽപ്പിച്ചതാണ്. അതാണ് ഈ 8 വീട്ടിൽ പിള്ളമാരെന്ന് പറയുന്നത്. അപ്പൊ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണനിർവാഹക സമിതിയിൽ ഇരുന്ന് 8.5 യോഗം ദേവസ്വം കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ 8 പോറ്റിമാർക്കും ഓരോ വോട്ട് വീതവും, നമ്മൾ പറഞ്ഞതുകൂട്ട് തന്നെ മഹാരാജാവിന് 1/2 വോട്ടും ഉണ്ടായിരുന്നു. അപ്പൊ 8 വീട്ടിൽ പിള്ളമാര് പിന്നീട് വലിയ ആളാവാനൊക്കെ തുടങ്ങി. അങ്ങനെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരിയും ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയായിരുന്നു. ആണല്ലോ. അപ്പം ഇതിനകത്തും പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. ഈ 8 തറവാടുകൾ, ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഈ 8 തറവാടുകളും ഇടിച്ചു നിരത്തി കുളങ്ങൾ നിർമ്മിച്ചു. ആര്? ഇദ്ദേഹം. ഇതോടെ കുളം തോണ്ടുക അല്ലെ, നമ്മൾ പറയത്തില്ലയോ, ഓ നശിപ്പിച്ച് കുളം തോണ്ടി, അത് ആ ഒരു പ്രയോഗം വന്നത് തന്നെ ഇതോടുകൂടിയിട്ടാണ്. കുളം തോണ്ടുക മീൻസ് 8 വീട്ടിൽ പിള്ളമാരുടെ വീടെല്ലാം ഇടിച്ചു നിരത്തി കുളം നിർമ്മിച്ചത് മാർത്താണ്ഡവർമ്മയായിരുന്നു. ഇതോടുകൂടി കുളം തോണ്ടുക എന്ന ശൈലി മലയാളത്തിൽ പ്രചാരത്തിൽ വരികയും ചെയ്തു. അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിത രാജാവായിരുന്നു മാർത്താണ്ഡവർമ്മ. പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം ഭദ്രദീപവും ആരംഭിച്ച രാജാവായിരുന്നു. മുറജപം ആരംഭിച്ച വർഷം ഏതാ, അല്ലെങ്കിൽ ആദ്യമായിട്ട് ആഘോഷ വർഷം 1750 ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം തന്നെ പ്രീവിയസ് ചോദ്യവുമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്സുമാണ്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമ്മളിപ്പം കോമൺ ആയിട്ട് അങ്ങ് പഠിക്കുമായതുകൊണ്ടാണ് സമയം എടുത്ത് പറയുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. കുളച്ചൽ യുദ്ധം ഏതാണ് വർഷം? 1741 ഓഗസ്റ്റ് 10 ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ ബന്ധപ്പെട്ടതായിരുന്നു കുളച്ചൽ യുദ്ധം. തൊട്ട് താഴത്തെ ചോദ്യം ഏതായിരുന്നു? ഡച്ചുകാരുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്, കേരളത്തിലെ ഡച്ചുകാരുമായിട്ട്. അപ്പൊ ഡച്ചുകാരുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ കുളച്ചൽ യുദ്ധവും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1741 ഓഗസ്റ്റ് 10 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് യുദ്ധം നടന്നത്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ആരെ പരാജയപ്പെടുത്തി? ഡച്ചുകാരെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയ്. ഇതൊക്കെ അറിയാവുന്ന ആയതുകൊണ്ട് ഞാൻ ഇനി അതൊക്കെ വിടുകയാണ്. നമ്മൾ നേരെ പോകാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലേക്കാണ്. ഈ 4 സ്റ്റേറ്റ്മെന്റുകൾ എവിടേക്കാണ് കിടക്കുന്നതെന്നും ബാക്കി ടെക്സ്റ്റ് നോക്കിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയണമെന്ന് നോക്കാം. നോക്കിക്കോളൂ. മാർത്താണ്ഡവർമ്മയും ധർമ്മരാജാവും 18ാം നൂറ്റാണ്ടില് വേണാട് അതിപ്രഗത്ഭരായിട്ടുള്ള 2 ഭരണാധികാരന്മാർക്ക് ജന്മം നൽകി. ഒന്ന് മാർത്താണ്ഡവർമ്മ, കാലഘട്ടം 1729 മുതൽ 1758 വരെയായിരുന്നു. പിന്നീട് അതിനുശേഷമാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ, മറ്റൊരു പേരെന്താ? ധർമ്മരാജാവ്. 1758 മുതൽ 1798 വരെയായിരുന്നു ഇദ്ദേഹത്തിന്റെ കാലഘട്ടം. ഇനി നോക്കിക്കേ, മാർത്താണ്ഡവർമ്മയുടെ നയത്തെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം അറിയപ്പെട്ടിരുന്ന ഒരു പേരെന്തായിരുന്നു? പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ, ഇരുമ്പിന്റെയും ചോരയുടെയും നയം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ മാർത്താണ്ഡവർമ്മ ഈ തിരുവിതാംകോട്, പിന്നീടാണ് തിരുവിതാംകൂർ ആവുന്നത്. തുടക്കത്തിലെ പേരെന്തായിരുന്നു? തൃപ്പാപ്പൂർ സ്വരൂപം അഥവാ തിരുവിതാംകോട് എന്നായിരുന്നു. പിന്നീട് തിരുവിതാംകൂർ ആയിട്ട് മാറി. ഇദ്ദേഹം വരുന്ന സമയത്ത് വേണാട് എന്ന് പറയുന്ന മൊത്തത്തിൽ കിടക്കുമായിരുന്നു. അപ്പൊ വേണാട് ആകെ കൂടി കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഭരണകാര്യ നിർവഹണത്തിന് വേണ്ടത്ര സജ്ജീകരണമൊന്നും ഉണ്ടായിരുന്നില്ല. തികച്ചും അതൃപ്തികരമായിരുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി. രാജാധികാരം എവിടെയും മാനിക്കപ്പെട്ടിരുന്നില്ല. അടുത്ത ആ ഒരു വരി നോക്കിക്കേ. രാജ്യത്തിലെ പൊതുജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും പ്രബല ശക്തികളായി സ്വയം പ്രതിഷ്ഠ നേടിയിരുന്നു. യോഗക്കാർ അവരെ സഹായിക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ രാജ്യകാര്യങ്ങളിൽ നാടുവാഴിത്തത്തിന്റെ ഘടകങ്ങൾക്കായിരുന്നു മുൻകൈ. ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ തുടങ്ങിയ യൂറോപ്യൻ ശക്തികളുടെ പരസ്പര മാത്സര്യം സ്ഥിതിഗതികളെ കൂടുതൽ സങ്കീർണമാക്കി. ഇങ്ങനെ മാർത്താണ്ഡവർമ്മ ഭരണമേറ്റപ്പോൾ വിപൽക്കരമായ ഒരു സ്ഥിതി വിശേഷത്തെയാണ് അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നത്. അപ്പൊ ഇദ്ദേഹം രാജാവായിട്ട് വരുന്ന സമയത്ത് തന്നെ എന്താ പറഞ്ഞിരുന്നത്? പിള്ളമാരും മാടമ്പിമാരും ഒക്കെ പ്രബല ശക്തികളായിട്ട് സ്വന്തമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. യോഗക്കാരെ സഹായിക്കുകയും ചെയ്തു. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ.
മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ജനജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും അവരെ സംസ്ഥാനത്തിന് വലിയ ശക്തിയായി അവർ തന്നെ സ്ഥാപിച്ചു. യോഗക്കാർ അവർക്ക് പിന്തുണയും നൽകി. ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് നമ്മളിവിടെ പഠിച്ചത്. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 ശരിയാണ്. ബാക്കി നോക്കാം. യുവാവായ മാർത്താണ്ഡവർമ്മ ഹൃദയദാർഢ്യത്തോടെ സന്ദർഭത്തിനൊത്തുയർന്നു നാടുവാഴിത്ത ഘടകങ്ങളെ തകർക്കുകയും രാജാവിന്റെ അധികാരത്തെ സർവാധൃതമാക്കുകയും ചെയ്യുക എന്ന അടിസ്ഥാന ലക്ഷ്യത്തോടെ ചോരയുടെയും ഇരുമ്പിന്റെയും നയം അദ്ദേഹം കൈക്കൊണ്ടു. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വെളിയിൽ നിന്നും സഹായം തേടാനും ആര് തീരുമാനിച്ചു? മാർത്താണ്ഡവർമ്മ തീരുമാനിച്ചു. രാജ അധികാരത്തെ എതിർത്തു പോകുന്ന നാടുവാഴിത്തത്തിന്റെ ശക്തികളെ അടിച്ചമർത്താൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് മധുര നായക്കന്മാരുമായിട്ടും ഉടമ്പടി ഉണ്ടാക്കി അവരുടെ പിന്തുണ സമ്പാദിക്കണമെന്ന് യുവരാജാവായിരിക്കുമ്പോൾ തന്നെ മാർത്താണ്ഡവർമ്മ മാതുലൻ മീൻസ് അങ്കിളിനെ ഉപദേശിച്ചിരുന്നു. അദ്ദേഹം അധികാരമേറ്റപ്പോൾ ഈ നയം കൂടുതൽ വീറോടെ തുടരുകയാണ് ഉണ്ടായത്. പിള്ളമാരുടെയും മാടമ്പിമാരുടെയും ശക്തി തകർത്ത് സുശക്തവും കേന്ദ്രീകൃതവുമായ രാജവാഴ്ച സുസ്ഥാപിതമാക്കി തിരുവിതാംകൂറിനെ ഒരു പ്രബല സൈനിക രാജ്യമായി ഉയർത്തിയതോടെ മാർത്താണ്ഡവർമ്മയുടെ ഈ നയം ആത്യന്തികമായി വിജയം വരിച്ചു. അപ്പൊ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടെ ഓർത്തു വെക്കണം. നാടുവാഴ്ത്തത്തിന്റെ ശക്തികളെ അടിച്ചമർത്താൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് പിന്തുണ സമ്പാദിക്കണമെന്ന് നേരത്തെ തന്നെ മാർത്താണ്ഡവർമ്മ തീരുമാനിച്ചിരുന്നു. ഓക്കെ, അത് ഓർത്തു വെച്ചേക്കാം. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഭരണ സമ്പ്രദായത്തിന്റെ പുനഃസംവിധാനത്തിലായിരുന്നു ആദ്യമായിട്ട് ഇദ്ദേഹം, അതായത് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന ഭരണത്തിനെ ഒന്നുകൂടെ പുനഃസംവിധാനം ചെയ്യുക, ഇതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി അദ്ദേഹം കൊടുത്തത്. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുകയും പൊതുചെലവിൽ മിതവ്യയം ഉറപ്പുവരുത്താൻ മനസ്സിരുത്തുകയും ചെയ്തു. സൈന്യത്തെ പുനഃസംഘടിപ്പിക്കുന്നതിൽ രാജാവിന്റെ സവിശേഷ ദൃഷ്ടി പതിഞ്ഞു. പുതിയ ആയുധങ്ങൾ നൽകി സൈന്യത്തെ സുസജ്ജമാക്കുകയും അച്ചടക്കം കർശനമായി നടപ്പിലാക്കുകയും ചെയ്തു. ഇങ്ങനെ എല്ലാ രീതിയിലും സന്നദ്ധനായ ശേഷം അദ്ദേഹം അന്തഃഛിദ്രത്തിന്റെയും അരാജകത്വത്തിന്റെയും ശക്തികളെ തുടച്ചു നീക്കുന്നതിൽ വ്യാപൃതനായി. അപ്പൊ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്തു? ആദ്യമായിട്ട് തന്നെ ആ ഒരു ഭരണ സമ്പ്രദായം പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചു. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തണം, പൊതുചെലവ് കുറയ്ക്കണം എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്ത് സൈന്യത്തെ പുനഃസംഘടിപ്പിക്കുന്നതിൽ പ്രത്യേകിച്ച് ശ്രദ്ധ കൊടുത്തു. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം. അടുത്തത് രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിള്ളമാരെ അടിച്ചമർത്തുക എന്നുള്ളതായിരുന്നു, അല്ലയോ? അപ്പം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിനെ തന്നെ ഒന്നും കൂടെ ഉറപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പിന്നെയുണ്ട്. നാടി നീകിയ രാജാവിന്റെ പുത്രന്മാരായ പത്മനാഭൻ തമ്പിയും രാമൻ തമ്പിയും മാർത്താണ്ഡവർമ്മയുടെ സിംഹാസന ആരോപണത്തെ തുടർന്ന് മക്കത്തായമനുസരിച്ച് തൃപ്പാപ്പൂർ സിംഹാസനത്തിന്മേൽ, അതായത് തിരുവിതാംകൂർ സിംഹാസനത്തിന്മേൽ അവകാശവാദം ഉന്നയിച്ചു. അപ്പൊ പത്മനാഭൻ തമ്പിയും രാമൻ തമ്പിയും എന്താവണം? രാജാവാവണം, സിംഹാസനം വേണമെന്ന് ആവശ്യം ഉന്നയിച്ചു. എന്ത് പ്രകാരം? മക്കത്തായ പ്രകാരം. പിള്ളമാർക്കും യോഗക്കാർക്കും പുറമെ മധുര നായക്കന്മാരും അവർക്ക് പിന്തുണ നൽകി. ഇപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിച്ച സ്ഥിതിക്ക് ഇനിയും ചോദിക്കാം ഇത്. അപ്പം ഈ ഒരു രാജാവിന്റെ മക്കളായിട്ടുള്ള രണ്ടുപേര് അവകാശവാദം ഉന്നയിക്കുകയും അതിനെ ആര് സപ്പോർട്ട് ചെയ്തെന്ന പറഞ്ഞിരിക്കുന്നത്? പിള്ളമാർക്കും യോഗക്കാർക്കും പുറമെ, പിള്ളമാരും സപ്പോർട്ട് ചെയ്തു, യോഗക്കാരും സപ്പോർട്ട് ചെയ്തു, പുറമെ മധുര നായക്കന്മാരും പിന്തുണ നൽകി. തമ്പിമാരെ സഹായിക്കാൻ മധുര നായക്കൻ അയച്ച സേനയെ സേനാനായകനായ അഴകപ്പ മുതലയാർക്ക് കൈക്കൂലി കൊടുത്തിട്ട് മാർത്താണ്ഡവർമ്മ മടക്കി അയച്ചു. 1730 അദ്ദേഹം തമ്പിമാർക്കെതിരായി ഉറച്ച നടപടികൾ എടുക്കുകയും മാർത്താണ്ഡവർമ്മ നാഗർകോവിലായിരുന്നപ്പോൾ രാജസേവകന്മാർ തമ്പിമാരെ ബന്ധനസ്ഥരാക്കി അദ്ദേഹത്തിന്റെ മുന്നിൽ ഹാജരാക്കി. താമസിയാതെ അവര് വധിക്കപ്പെടുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ആ രാജാവിന്റെ മക്കളായിരുന്നവരെ കൊന്നു. തമ്പിമാരുടെ അനുഭവം പിള്ളമാർക്കും അവരുടെ കൂട്ടുകാർക്കും ഉഗ്രമായിട്ടുള്ളൊരു താക്കീത് കൊടുത്തു. പെട്ടെന്ന് അവർ ഉപദ്രവങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും രാജാവിനെ കുറിച്ച് അപ്രീതി പ്രചരിക്കുമാറ് അവരുടെ അവഗണനാ പരിപാടി ധിക്കാരപൂർവ്വം തുടർന്നു. രാജാവിനെതിരായി ഗൂഢാലോചന നടത്തിയെന്ന് കുറ്റം ചുമത്തി അവരെ തടവിലാക്കാൻ കർശനമായിട്ടുള്ള കൽപ്പന രാജാവ് പുറപ്പെടുവിക്കുന്നു. എല്ലാ കലാപകാരികളും തടവിലാക്കപ്പെട്ടു. രാജാവ് അവരോട് നിർദാക്ഷിണ്യം പെരുമാറി പോറ്റിമാരെ ഉടൻ തന്നെ നാടുകടത്തുകയും പിള്ളമാരെ വധിക്കുകയും ചെയ്തു. അപ്പൊ പിള്ളമാരുടെ വസ്തുവകൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടി അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി മുക്കുവർക്ക് വിറ്റു. വീടുകളെല്ലാം കുളം തോണ്ടി. നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അല്ലെ, വീടുകളെല്ലാം നശിപ്പിച്ചിട്ട് അവിടെ കുളം കുഴിച്ചു. മാർത്താണ്ഡവർമ്മയുടെ നിർദാക്ഷിണ്യമായ നടപടികൾ തിരുവിതാംകൂറിൽ നാടുവാഴിത്തത്തിന്റെ ജീർണപ്രസാദങ്ങളെ നിലംപരിശാക്കുകയും നാടുവാഴുന്ന രാജാവിന്റെ പരിരക്ഷണത്തിൽ പ്രബലവും കേന്ദ്രീകൃതവുമായ ഒരു ഭരണത്തിന്റെ പുതിയ കാലഘട്ടത്തിന് ഉദയം കൊള്ളുകയും ചെയ്തു. ഇപ്പൊ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ നിർത്തി പറഞ്ഞതും അതുകൊണ്ടാണ്. മുന്നോട്ടും ചോദ്യങ്ങൾ ഇങ്ങനെ വന്നേക്കാം. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആറ്റിങ്ങലിന്റെ ലയനമാണ്.
അതായത് മാർത്താണ്ഡവർമ്മ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു കാര്യം, രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആറ്റിങ്ങലിന്റെ ലയനം വരുന്നത്. നാടുവാഴിത്തത്തിന്റെയും അരാജകത്വത്തിന്റെയും ശക്തികളെ അമർത്തിയ ശേഷം മാർത്താണ്ഡവർമ്മയുടെ അടുത്ത നേട്ടം എന്നുള്ളത്, അല്ലെങ്കിൽ അടുത്ത നോട്ടം എന്നുള്ളത് രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുക, അങ്ങനെ അയൽ നാടുകൾ വെട്ടിപ്പിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം തിരുവനന്തപുരത്തിന് അടുത്ത് കിടക്കാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങൽ ദേശവഴിയുടെ നേരിട്ടുള്ള നിയന്ത്രണം ഏറ്റെടുക്കുക, അങ്ങനെ ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ തുടങ്ങിയ വിദേശ ശക്തികളുമായിട്ട് ആറ്റിങ്ങൽ തമ്പുരാട്ടിമാർക്ക് സ്വതന്ത്രമായിട്ടുണ്ടായിരുന്ന ഇടപാടുകൾ തടയണം എന്ന് അദ്ദേഹം ആദ്യം ചെയ്തു. തിരുവിതാംകൂറിന്റെ തിരുവിതാംകോട് എന്നാണ് ഇവിടെ, നമുക്ക് തിരുവിതാംകൂർ എന്ന് പറയാം. തിരുവിതാംകൂറിന്റെ പരമാധികാരിയും വേണാട്ട് രാജവംശത്തിന് തലവനും എന്ന നിലയിൽ മാർത്താണ്ഡവർമ്മയ്ക്ക് ഉണ്ടായിരുന്ന ന്യായമായ അവകാശം ഉപയോഗിച്ച് കൈക്കൊണ്ട ഒരു ഭരണ നടപടി മാത്രമായിരുന്നു ആറ്റിങ്ങലിന്റെ ഈ ഒരു ലയം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് കൊല്ലവുമായിട്ടുണ്ടായ യുദ്ധമാണ്. അപ്പൊ ആറ്റിങ്ങൽ കഴിഞ്ഞ് കൊല്ലത്തോട്ട് വരാൻ പോവാം. അപ്പം തന്റെ അമ്മാവനായിരുന്ന ഉണ്ണിക്കേരളവർമ്മ സ്വതന്ത്രമായ അധികാരം നടത്തി പോന്ന ദേശിങ്ങനാട് എന്ന് അറിയപ്പെട്ടിരുന്ന കൊല്ലം അടുത്ത ലക്ഷ്യം അങ്ങോട്ട് പോയി. ഉണ്ണിക്കേരളവർമ്മ കായംകുളവുമായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കിയിരുന്നു. കായംകുളത്തു നിന്ന് ഒരു രാജകുമാരിയെ ദത്തെടുത്തിട്ട് ആ സഖ്യം ദൃഢപ്പെടുത്തി. ആര്? അമ്മാവനായ ഉണ്ണിക്കേരളവർമ്മ. കല്ലടയുടെ ഒരു ഭാഗം തൃപ്പാപ്പൂർ സ്വരൂപത്തിന് അവകാശപ്പെട്ടിരുന്നത് അദ്ദേഹം കൈയടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ദേശിങ്ങനാട്ട് രാജാവിന്റെ ഈ രണ്ട് പ്രവൃത്തികളും യുവാവായ തന്റെ നേർക്കുണ്ടായ വെല്ലുവിളിയായിട്ട് മാർത്താണ്ഡവർമ്മ കാണുകയും തൃപ്പാപ്പൂർ സൈന്യം ദളവ അറുമുഖം പിള്ളയുടെ നേതൃത്വത്തിൽ കൊല്ലത്തേക്ക് നീങ്ങുകയും അവിടെ വെച്ചുണ്ടായ യുദ്ധത്തിൽ തോറ്റു. ആര്? ഉണ്ണിക്കേരളവർമ്മ തോറ്റു. അപ്പൊ കായംകുളത്ത് നിന്നുള്ള ദത്ത്, ഈ പെൺകുട്ടിയെ ദത്തെടുത്തത് റദ്ദ് ചെയ്യാമെന്നും കോട്ടകൾ പൊളിച്ചു മാറ്റാമെന്നും മാർത്താണ്ഡവർമ്മയുമായി പഴയ പോലെ സ്നേഹബന്ധം പുനഃസ്ഥാപിച്ചു കൊള്ളാമെന്നും ഒക്കെ ആര് വാഗ്ദാനം ചെയ്തു? ഉണ്ണിക്കേരളവർമ്മ വാഗ്ദാനം ചെയ്തു. അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി വലിയ കോയിൽ കൊട്ടാരത്തിൽ ഒരു രാജകീയ തടവുകാരനായിട്ട് മാർത്താണ്ഡവർമ്മ പ്രാർത്ഥിച്ചു. കൊല്ലത്ത് സമാധാന സംരക്ഷണത്തിന് വേണ്ടി തൃപ്പാപ്പൂർ സൈന്യത്തിന്റെ ഒരു വിഭാഗം ആറുമുഖം പിള്ളയുടെ കീഴിൽ താവളമാക്കുകയും ചെയ്തു. നെക്സ്റ്റ് ഇനി എങ്ങോട്ട് അടുത്ത് പോകാൻ പോകുന്നത്? കൊല്ലം കഴിഞ്ഞു, ഇനി കായംകുളവുമായിട്ടുള്ള യുദ്ധത്തിന് പോകാൻ പോവാണ്. അപ്പൊ ഈ ഒരു ഉണ്ണിക്കേരളവർമ്മയുടെ അനുഭവം കായംകുളം രാജാവിനെ പേടിയുണ്ടാക്കി. ഇതിനകം മാർത്താണ്ഡവർമ്മ മാർത്ത പിടിച്ചടക്കുകയും സൈന്യത്തെ കായംകുളത്തിനെതിരായി സന്നദ്ധമാക്കി നിർത്തുകയൊക്കെ ചെയ്തു. അപ്പൊ കായംകുളം രാജാവ് കൊച്ചി, പുറക്കാട്, വടക്കുംകൂർ എന്നിവിടങ്ങളിലെ രാജാക്കന്മാരൊക്കെ ആയിട്ട് ചേർന്ന് തിരുവിതാംകൂറിനെതിരായിട്ട് ഒരു സഖ്യകക്ഷി രൂപം നൽകുന്നതിൽ മുൻകൈ എടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പൊ പ്രശ്നങ്ങൾ തുടങ്ങിയത് എവിടുന്നാന്ന് ഓർമ്മയുണ്ടല്ലോ. ഇതൊരു നൂലുപോലെ പഠിച്ചങ്ങ് പോവുക, കേട്ടിരിക്കുമ്പോ ഒരു കഥ പോലെ അങ്ങ് ഓർക്കുക, പഠിക്കാനുള്ളതെന്ന് വിശ്വസിക്കണ്ട. ആറ്റിങ്ങലിൽ ലയിപ്പിച്ചു. ദെൻ അമ്മാവനായ ഉണ്ണിക്കേരളവർമ്മയെ തോപ്പിച്ചിട്ട് കൊല്ലം പിടിച്ചെടുത്തു. കൊല്ലം കഴിഞ്ഞിട്ട് ഇനി കായംകുളത്തോട്ട് വന്നു. കായംകുളത്ത് എത്തിയപ്പോഴത്തേക്ക് രാജാവ് എന്ത് ചെയ്തു? കൊച്ചി, പുറക്കാട്, വടക്കുംകൂർ എന്നിവിടങ്ങളിലെ രാജാക്കന്മാരൊക്കെ ആയിട്ട് ചേർന്നിട്ട് തിരുവിതാംകൂറിനെതിരെ ഒരു സഖ്യകക്ഷി രൂപം നൽകി. അദ്ദേഹം തിരുവനന്തപുരത്ത് തടവിലായിരുന്ന ദേശിങ്ങനാട്ട് രാജാവുമായി ബന്ധം പുലർത്താനും സഖ്യകക്ഷികളുടെ പിന്തുണ അദ്ദേഹത്തിന് ഉറപ്പുകൊടുക്കാനും രഹസ്യ ദൂതന്മാരെ അയച്ചു. ഓൾറെഡി ഉണ്ണിക്കേരളവർമ്മ എവിടെയാണ്? തടവിലാണ്, തിരുവിതാംകൂറിൽ. അവിടേക്ക് രഹസ്യദൂതനെ ആരയിക്കുന്നു? കായംകുളം രാജാവ്. ഉണ്ണിക്കേരളവർമ്മ തടവ് ചാടി സഖ്യകക്ഷികളുമായിട്ട് ചേരുകയും ചെയ്തു. അദ്ദേഹം പുതിയ കോട്ടകളൊക്കെ കെട്ടുകയും തൃപ്പാപ്പൂർ ഭാഗത്തു നിന്നുണ്ടാകാനിടയുള്ള ആക്രമണത്തിനെതിരെ കൊല്ലത്തിന്റെ പ്രതിരോധ സജ്ജീകരണം ശക്തപ്പെടുത്തുകയും ചെയ്തു. ഡച്ചുകാർ അദ്ദേഹത്തിന് പിന്തുണ നൽകാമെന്ന് ഏറ്റെങ്കിലും ആ വാഗ്ദാനത്തിന് എന്തില്ല? ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല. കായംകുളം രാജാവ് മാർത്ത ആക്രമിക്കുകയും തിരുവല്ലയിൽ നെടുമ്പുറം കൊട്ടാരത്തിൽ താമസിക്കുകയായിരുന്ന ആറ്റിങ്ങൽ റാണിയെ അപമാനിക്കുകയും ചെയ്തു. ദേശിങ്ങനാട്ട് രാജാവിന്റെ എതിർപ്പും ഡച്ചുകാരുടെ ഉപജാപങ്ങളും മാർത്താണ്ഡവർമ്മയെ ഉറച്ച നടപടികൾക്ക് പ്രേരിപ്പിച്ചു. എലയെടുത്ത് സ്വരൂപത്തിന്റെയും കായംകുളത്തിന്റെയും സൈനിക ശക്തികൾ ഒന്നിക്കാതിരിക്കാൻ അദ്ദേഹം നെടുമങ്ങാടും കൊട്ടാരക്കരയും ഒക്കെ പിടിച്ചെടുത്തു. 1734 എലയെടുത്ത് സ്വരൂപത്തിലെ അംഗങ്ങളെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അനന്തരം മാർത്താണ്ഡവർമ്മ കൊല്ലം പിടിച്ചടക്കാൻ തന്റെ വിശ്വസ്തനായിരുന്ന ദളവ രാമയ്യയോട് നിർദ്ദേശിക്കുകയും അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു സൈന്യത്തെ കൊല്ലത്തേക്ക് നിയോഗിക്കുകയും ചെയ്തു. ഓക്കെ, മാർത്താണ്ഡവർമ്മ തന്റെ സൈന്യത്തെ ഫ്രഞ്ചുകാരുടെയും ഇംഗ്ലീഷുകാരുടെയും സഹായത്തോടു കൂടി, ഇമ്പോർട്ടന്റ് ആണ്, ആധുനിക രീതിയിൽ ആയുധം അണിയിച്ചുകൊണ്ട് കൊല്ലത്തിന്റെ നേർക്ക് പുതിയ പടനീക്കങ്ങൾ ആരംഭിച്ചു. തുടർന്നുണ്ടായ ആക്രമണങ്ങളിൽ 1734 കായംകുളം രാജാവ് യുദ്ധരംഗത്ത് വെച്ച് വധിക്കപ്പെട്ടു. എങ്കിലും ലക്ഷ്യം നേടുന്നതിൽ മാർത്താണ്ഡവർമ്മ വിജയിച്ചില്ല. മരിച്ച രാജാവിന്റെ സഹോദരന്റെ നേതൃത്വത്തിൽ കൊല്ലത്തിന്റെയും കായംകുളത്തിന്റെയും പ്രതിരോധം തുടർന്നു. മാർത്താണ്ഡവർമ്മ പരാജയം സംബന്ധിച്ച് രാജധാനിയിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഇത് വലിയ കുഴപ്പമില്ല, നോക്കിയില്ലെങ്കിലും സാരമില്ല. എങ്കിലും നമുക്ക് താഴോട്ട് പോകുന്ന സമയത്ത് കുളച്ചൽ യുദ്ധം അതൊന്ന് നോക്കാം. നോക്കിക്കേ, ഡച്ചുകാരുമായിട്ട് ഇപ്പം ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. മാർത്താണ്ഡവർമ്മ ഡച്ചു കോട്ടകൾക്കെതിരായി ഒരു ആക്രമണ പരമ്പര നടത്തി.
അവയെല്ലാം പിടിച്ചെടുത്തു. അദ്ദേഹത്തിന്റെ സുദൃഢ നയങ്ങൾ ഡച്ചുകാരുമായിട്ടുള്ള ഒരു വലിയ സംഘടനം അനിവാര്യമാക്കി. ഡച്ചുകാരുടെ ഒരു പീരങ്കിപ്പട സിലോണിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും കുളച്ചിലിൽ വന്നിറങ്ങിയിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായ കൽക്കുളത്തേക്ക് മുന്നേറി. അന്നത്തെ കൽക്കുളമായിരുന്നു. വടക്കൻ ദിക്കിലായിരുന്ന രാജാവ് ഉടൻ തന്നെ സൈന്യത്തെ തെക്കോട്ട് നയിക്കുകയും ഡച്ചുകാർ കൽക്കുളം പിടിക്കുന്നത് തടയാൻ തക്ക സമയത്ത് അവിടെ എത്തിച്ചേരുകയും ചെയ്യുന്നു. 1741 ഓഗസ്റ്റ് 10 കുളച്ചിലിൽ വെച്ച് നടന്ന സുപ്രധാനമായ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരുടെ മേലൊരു ഗംഭീര വിജയം നേടി. ഒട്ടേറെ ഡച്ചുകാർ തടവിൽ പിടിച്ചു. ഡിലനോയ് ആയിരുന്നു ഏറ്റവും പ്രശസ്തൻ. നമ്മളിപ്പോ പറഞ്ഞ ഡിലനോയ്. അദ്ദേഹത്തെ മാർത്താണ്ഡവർമ്മ പിന്നീട് തന്റെ സൈന്യത്തിന്റെ വലിയ കപ്പിത്താൻ, അല്ലെ, ഇതും പ്രീവിയസ് ചോദ്യമാണ്. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡച്ചുകാരനായിരുന്നു ഡിലനോയ്. ആരാങ്ങനെ പറഞ്ഞത്? മാർത്താണ്ഡവർമ്മ. ഡച്ചുകാർക്ക് ഒരു മഹാവിപത്തായി അനുഭവപ്പെട്ട കുളച്ചിൽ യുദ്ധം കേരളം കീഴടക്കാമെന്ന അവരുടെ സ്വപ്നത്തെ എന്നേക്കുമായിട്ട് തകർത്തു. ഓക്കെ ആണല്ലോ. ഞാൻ കായംകുളം അന്ന് പിടിച്ചെടുത്തില്ല, പിന്നീട് കായംകുളം പിടിച്ചെടുക്കാനായിട്ട് വരാൻ പോവുകയാണ്. അപ്പൊ കുളച്ചിലിൽ വെച്ചുണ്ടായ പരാജയത്തിന് ശേഷം ഡച്ചുകാർ അവരുടെ ശ്രദ്ധ എങ്ങോട്ട് മാറ്റുന്നു? കൊല്ലത്തേക്ക് കേന്ദ്രീകരിച്ചു. കൊല്ലം രാജാവിന്റെ സഹായത്തോടുകൂടി വാമനപുരം പിടിച്ചെങ്കിലും ബാരിച്ച സമ്മർദ്ദത്തിൽപ്പെട്ട് പിൻവാങ്ങേണ്ടി വന്നു. 6000 പടയാളികൾ അടങ്ങുന്ന ഒരു തിരുവിതാംകൂർ സൈന്യം രാമയ്യൻ ദളവയുടെ നേതൃത്വത്തിൽ ഡച്ചുകാരുടെ കൊല്ലം കോട്ട വളയുന്നു. പക്ഷെ കായംകുളം രാജാവിന്റെ പരാക്രമശാലിയായ മന്ത്രി അച്യുതവാര്യരുടെ നായകത്വത്തിൽ ഡച്ചുകാരെയും കായംകുളത്തിന്റെ സൈന്യത്തിന്റെയും കോട്ട പ്രതിരോധിച്ചു. അങ്ങനെ തൃപ്പാപ്പൂർ സൈന്യം പിൻവാങ്ങുകയും ഡച്ചുകാരുടെയും കായംകുളത്തിന്റെയും സംയുക്ത സൈന്യങ്ങൾ തെക്കോട്ട് നീങ്ങി 1742 കിളിമാനൂർ പിടിച്ചടക്കുകയും ചെയ്തു. മാർത്താണ്ഡവർമ്മയൊപ്പം തിരുനെൽവേലിയിൽ നിന്നും കുതിരപ്പട്ടാളത്തെ വരുത്തുന്നു. അദ്ദേഹം ഒരു വലിയ സൈന്യത്തെ കിളിമാനിലേക്ക് നയിച്ചു. മാർത്താണ്ഡവർമ്മ നേരിട്ട് നായകത്വം വഹിച്ച ആ സൈന്യം സമരതന്ത്രം പ്രമാണിച്ച് മുന്നണികളായി വിഭജിച്ചു. രാമവർമ്മ യുവരാജാവും രാമയ്യൻ ദളവായും ഡിലനോയും അണികൾക്ക് നേതൃത്വം നൽകി. അവർ കിളിമാനൂർ പിടിച്ചെടുത്തു. ശത്രു സൈന്യങ്ങൾ വമ്പിച്ച നാശത്തോടെ കൊല്ലത്തേക്ക് പിന്മാറി. തുടർന്ന് തിരുവിതാംകൂർ സൈന്യം കായംകുളത്തേക്ക് നീങ്ങി. കായംകുളം രാജാവ് ആദ്യം ചേർത്ത് നിന്നെങ്കിലും അവസാനം സമാധാനത്തിന് അപേക്ഷിച്ചു. 1742 മാന്നാർ ഉടമ്പടി പ്രകാരം കായംകുളം രാജാവ് നേരത്തെ ദേശിംഗനാടിന്റെ ആധിപത്യത്തിലായിരുന്ന പ്രദേശങ്ങളെല്ലാം തിരുവിതാംകൂറിന് വിട്ടുകൊടുത്തു. വർഷം നോക്കുക, 1742. ഏതുടമ്പടി പ്രകാരം? മാന്നാർ ഉടമ്പടി പ്രകാരം കായംകുളം രാജാവ് നേരത്തെ ദേശിംഗനാടിന്റെ ആധിപത്യത്തിലായിരുന്ന പ്രദേശങ്ങളെല്ലാം കൂടെ തിരുവിതാംകൂറിന് വിട്ടുകൊടുത്തു. നെക്സ്റ്റ് അമ്പലപ്പുഴ യുദ്ധമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ 1746 കായംകുളമൊക്കെ കീഴടക്കി കഴിഞ്ഞപ്പോ ഇനി നെക്സ്റ്റ് നോട്ടം എങ്ങോട്ടാ? അമ്പലപ്പുഴയിലേക്കാണ്, അല്ലെ? അപ്പം അമ്പലപ്പുഴയിലേക്ക് നോക്കുന്ന സമയത്ത് തിരുവിതാംകൂർ സൈന്യം ഡിലനോയുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴ പിടിച്ചടക്കാനായിട്ട് രാജാവിനെ തടവുകാരനാക്കി തിരുവനന്തപുരത്തേക്ക് അയച്ചു. ഏതാ വർഷം? 1746. നോക്കിക്കോ, താഴെ കിടപ്പുണ്ട് അമ്പലപ്പുഴ യുദ്ധം. കൊച്ചിയിലെ പ്രധാന സൈന്യം 1753 അവസാനം പുറക്കാട്ടെത്തി നിലയുറപ്പിച്ചു. മറ്റൊരു പട കരപ്പുറം വഴി പ്രധാന സൈന്യവുമായി സന്ധിച്ചു. രാമവർമ്മയും രാമയ്യനും ഡിലനോയും നയിച്ച് തിരുവിതാംകൂർ സൈന്യം 1754 ജനുവരി 3 ആനന്ദേശ്വരത്ത് വെച്ച് കൊച്ചി സൈന്യവുമായിട്ട് ഏറ്റുമുട്ടി. ആർക്കും വിജയം കൈവരാത്ത ഒരു യുദ്ധത്തിന് ശേഷം കൊച്ചി സൈന്യം അമ്പലപ്പുഴയ്ക്ക് പിൻവാങ്ങി. അണികളിൽ ചില മാറ്റങ്ങൾ വരുത്തി. തുടർന്നുണ്ടായ നിർണായക യുദ്ധത്തിൽ കൊച്ചി സൈന്യം ഛിന്ന ഭിന്നമായി പിരിഞ്ഞോടുകയും ഈ യുദ്ധത്തിൽ കൊച്ചിയിലെ പല പ്രഭുക്കന്മാരും കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു. കൊച്ചിയിലെ സൈന്യാധിപനായിരുന്ന ഇടിക്കേള മേനോനെ തടവുകാരനായി പിടിച്ചു വധിച്ചു. ഈ വിജയത്തെ തുടർന്ന് രാമയ്യൻ കരപ്പുറം മുഴുവൻ കീഴടക്കി. അരൂക്കുറ്റിയിൽ താവളമടിച്ചു. തെക്കം ഉദയവേരൂർ മുതൽ കിഴക്ക് മാമല വരെയുള്ള കൊച്ചി പ്രദേശങ്ങൾ രാമവർമ്മ കീഴടക്കി. കൊച്ചി രാജാവ് സമാധാനത്തിന് അഭ്യർത്ഥിക്കുകയും ഇപ്പോൾ അരൂക്കുറ്റി വരെയുള്ള ദേശങ്ങളെല്ലാം തന്നെ തിരുവിതാംകൂർ സൈന്യത്തിന് അധീനമായി മാറുകയും ചെയ്തു. അതായത് അമ്പലപ്പുഴ എല്ലാം കഴിഞ്ഞ് പിന്നെയും പിടിച്ചെടുത്തു. ഇനി തിരുവിതാംകൂറും കൊച്ചിയും തമ്മിലുണ്ടായ സഖ്യം കൂടെ പറഞ്ഞിട്ട് നമുക്കിപ്പോ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ താഴോട്ട് വരുന്നുണ്ട്. നോക്കിക്കോളൂ. കൊച്ചി പ്രദേശങ്ങളിൽ പലതും കൈയടക്കി. തിരുവിതാംകൂറിനെ ആക്രമിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സാമൂതിരിക്കെതിരായി 1757 തിരുവിതാംകൂറും കൊച്ചിയും ചേർന്ന് ഒരു സഖ്യസന്ധി ഉണ്ടാക്കി. 1754 അമ്പലപ്പുഴ യുദ്ധത്തെ തുടർന്ന് തടവുകാരനായി തിരുവനന്തപുരത്ത് കഴിഞ്ഞുകൂടിയതിനു ശേഷം വിട്ടയക്കപ്പെട്ട് കൊച്ചിയിൽ പ്രധാന മന്ത്രിപദം ഏറ്റെടുത്ത പാലിയത്ത് കോമിയച്ചനായിരുന്നു കൊച്ചിയും ഈ ഒരു തിരുവിതാംകൂറും തമ്മിലുള്ള സന്ധിക്ക് മുൻകൈയെടുത്തത്. ഇമ്പോർട്ടന്റ് ആണ്. തിരുവിതാംകൂറും കൊച്ചിയും തമ്മിലുള്ള സൗഹൃദമായിരുന്നു സന്ധിയുടെ അടിസ്ഥാനം. മുമ്പ് കൊച്ചിക്ക് അധികാരമില്ലായിരുന്ന പ്രദേശങ്ങൾ തിരുവിതാംകൂർ സൈന്യം പിടിച്ചെടുക്കുകയാണെങ്കിൽ അവ തിരുവിതാംകൂറിനായിരിക്കും എന്ന കരാറിൽ തിരുവിതാംകൂർ സാമൂതിരിയുടെ ആക്രമണത്തിനെതിരായി കൊച്ചിയെ സഹായിക്കാമെന്ന് ഉറപ്പും കൊടുത്തു. അതാണ് ഈ ഒരു 1757 തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ ഉണ്ടാക്കിയ സഖ്യം. ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഭരണപരിഷ്കാരങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനാണ്. നമുക്കിവിടെ ഭരണപരിഷ്കാരം പറയുമ്പം ഈ ക്വസ്റ്റ്യന്റെ ആൻസർ, അടുത്ത ആൻസർ ഇവിടെ കിടപ്പുണ്ട്.
നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഭരണപരിഷ്കാരം. മാർത്താണ്ഡവർമ്മ പ്രധാനപ്പെട്ട പല ഭരണപരിഷ്കാരങ്ങളും ഏർപ്പെടുത്തി. രാമയ്യൻ ദളവയെ പോലെ സാമർഥ്യവും സ്വാമി ഭക്തിയുമുള്ള മന്ത്രിമാരുടെ സേവനം ലഭിച്ചത് ഭരണകാര്യങ്ങൾ. രാമയ്യൻ ദളവ, കുറെ നേരമായിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ പേര് പറയുന്നുണ്ട്. അദ്ദേഹം മന്ത്രിയായിരുന്നേ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. അദ്ദേഹം ഗണ്യമായ രീതിയിൽ ഭരണ സമ്പ്രദായം മെച്ചപ്പെടുത്തി നാടിന്റെ നാനാഭാഗങ്ങളിലും പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ മാർത്താണ്ഡവർമ്മ പരമാവധി ശ്രദ്ധിച്ചു. കാർഷിക വികസനത്തിൽ സവിശേഷ താല്പര്യമുണ്ടായിരുന്ന രാജാവ് അണക്കെട്ടുകൾ, ജലസംഭരണ കേന്ദ്രങ്ങൾ, തോടുകൾ എന്നിവയുടെ നിർമ്മാണത്താൽ ജലസേചന സൗകര്യം വർദ്ധിപ്പിച്ചു. പൊന്മന അണ, പുത്തനണ മുതലായ അണക്കെട്ടുകൾ കൃഷിയുടെ വികാസത്തെ കുറച്ചൊന്നുമല്ല സഹായിച്ചത്. പുത്തനണ കൊണ്ട് ഏറെ പ്രദേശങ്ങളുടെ ജലസേചനം സാധിച്ചതിന് പുറമെ പത്മനാഭപുരത്തും സമീപ പ്രദേശത്തെ ജനങ്ങൾക്കും കുടിക്കാനുള്ള വെള്ളം സുലഭമായിട്ട് കിട്ടാനും തുടങ്ങി. ഓക്കെ, രാജ്യത്തിന്റെ പ്രതിരോധ സജ്ജീകരണം ശക്തിപ്പെടുത്തുന്നതിൽ മാർത്താണ്ഡവർമ്മ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തിരുവിതാംകൂർ സൈന്യത്തിന് യൂറോപ്യൻ രീതിയിലുള്ള പരിശീലനവും ആയുധവും നൽകി. കുളച്ചിൽ യുദ്ധത്തിൽ തടവുകാരനായിരുന്ന ഡച്ച് അഡ്മിറൽ ഡെലനോയ്ക്ക് ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ കഴിഞ്ഞു. പത്മനാഭപുരം, തിരുവനന്തപുരം തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിൽ പുതിയ കോട്ടകൾ കെട്ടുകയും കൊല്ലം, മാവേലിക്കര, ചങ്ങനാശ്ശേരി മുതലായ സ്ഥലങ്ങളിലെ പഴയ കോട്ടകൾ പുതുക്കുകയും ചെയ്തു. കോട്ടകൾ കെട്ടുന്നതിനിടയിലും മാർത്താണ്ഡവർമ്മ കേരളീയ വാസ്തുവിദ്യയുടെ സമുജ്വല സ്മാരകമായ പത്മനാഭപുരം കൊട്ടാരം പുതുക്കി പണിയാനും കൃഷ്ണപുരം കൊട്ടാരം പോലെയുള്ള വാസ്തുകലാശില്പങ്ങൾ പുതുതായി നിർമ്മിക്കാനും അവസരം കണ്ടെത്തി. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. നെക്സ്റ്റ് നോക്കിക്കേ, നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഒരു ആൻസർ അവിടെ ഉണ്ട്, ഇവിടെ കിടപ്പുണ്ട്. നികുതി സംഭരണത്തിന്റെ ഏർപ്പാടുകളിലും മാർത്താണ്ഡവർമ്മയുടെ ശ്രദ്ധ പതിഞ്ഞു. നിലം പുരയിടങ്ങളുടെ കണ്ടെഴുത്ത് നടത്താൻ 1739 പള്ളിയാടി മല്ലൻ ശങ്കരനെ അദ്ദേഹം പ്രത്യേകം തസ്തികയിൽ നിയമിച്ചു. മല്ലൻ ശങ്കരനാണ് വസ്തുക്കളെ ദേവസം, ബ്രഹ്മസം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ 4ആയി വിഭജിക്കുന്ന സമ്പ്രദായം ഏർപ്പെടുത്തിയത്. നോക്കുക, ദേവസം, ബ്രഹ്മസം, ദാനം, പണ്ടാരവക എന്നീ പ്രധാന തലങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയുടെ വർഗീകരണം മല്ലൻ ശങ്കരനാണ് അവതരിപ്പിച്ചത്. ശരിയല്ലേ? ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ നികുതി സംഭരണത്തിന് അദ്ദേഹം ആരെ ഏൽപ്പിച്ചു? പള്ളിയാടി മല്ലൻ ശങ്കരനെ പുതിയ തസ്തികയിൽ നിയമിക്കുകയും ഇദ്ദേഹമാണ് ദേവസം, ബ്രഹ്മസം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ 4ആയിട്ട് വസ്തുക്കളെ മാറ്റിയത്. ബാക്കി നോക്കാം. ഇരുപ്പ് നിലങ്ങൾക്ക് ഉരുപ്പു നിലങ്ങളെ അപേക്ഷിച്ച് പാട്ടം ഇരട്ടിയാക്കി. എല്ലാ ഭൂവുടമകൾക്കും കൈവശമിരിക്കുന്ന വസ്തുവിന്റെ കരം നിശ്ചയിച്ചുകൊണ്ട് പട്ടയം നൽകി. സർക്കാരിന്റെ വ്യാപാര വിഭാഗം പുനഃസംവിധാനം ചെയ്തു. കുരുമുളക്, പുകയില, കാട്ടുകൊന്ന, അടയ്ക്ക മുതലായ ചരക്കുകളുടെ കച്ചവടവും ഉപ്പ് നിർമ്മാണവും സർക്കാരിന്റെ കുത്തകയാക്കുകയും നാനാഭാഗങ്ങളിലും ഇവയുടെ സംഭരണശാലകൾ തുറക്കുകയും ചെയ്തു. കള്ളക്കടത്ത് തടയാനായിട്ട് അതിർത്തികളിൽ ചൗക്കകൾ ഏർപ്പെടുത്തി. കയറ്റുമതിയിലും ഇറക്കുമതിയിലും ചുങ്കം പിരിക്കാൻ പ്രത്യേകം നടപടികൾ സ്വീകരിച്ചു. വ്യാപാര ഭരണത്തിന്റെ ആസ്ഥാനം മാവേലിക്കരയായിരുന്നു. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു, എവിടെയാണ് വ്യാപാര തലസ്ഥാനം? മാവേലിക്കര, അല്ലെ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ ചെതറിക്കിടക്കുകയാണെന്നേ ഉള്ളൂ. അതുപോലെ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ച അണക്കെട്ടുകളായിരുന്നു പൊന്മന അണ, പുത്തനണ, ഇല്ലയോ? അതും ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അമ്പലപ്പുഴ യുദ്ധം നടന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ 1754. അതുപോലെ തന്നെ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ പുറക്കാട് യുദ്ധം നടന്നത് 1746. അവിടെ വെച്ചിട്ട് എന്താ സംഭവിച്ചതെന്ന് നമ്മൾ പറഞ്ഞു? കായംകുളം പിടിച്ചെടുത്തു. പ്രീവിയസ് ചോദ്യമാണ്. അപ്പൊ ഇവിടെ എല്ലാം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാൽ മതി. അപ്പൊ ഇനി അടുത്ത ആൻസർ പറയാൻ പോവുകയാണ്. ഇവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പൊ ഇത് ശരിയാണെന്ന് നമ്മൾ കണ്ടു, ഇതും ശരിയാണെന്ന് കണ്ടു. ഇനി 2 കാര്യങ്ങളൂടെ നമുക്ക് അറിയണം ശരിയാണോന്ന്, അല്ലെ? നോക്കിക്കോ. പകുതിയെ അടിസ്ഥാന ദേശ ഘടകങ്ങളാക്കി, അതായത് പകുതി മീൻസ് വില്ലേജ് ആണ് കേട്ടോ. ഒരു വില്ലേജിനെയാണ് പകുതി എന്ന് വിളിക്കുന്നത്. അപ്പൊ വില്ലേജ് അടിസ്ഥാന ദേശ ഘടകമാക്കി അതിന്റെ ഭരണത്തിന് പ്രവൃത്തിക്കാരെ നിയമിച്ചുകൊണ്ട് ഭരണ സമ്പ്രദായം പുനഃസ്ഥാപിക്കപ്പെട്ടു. ഗ്രാമതലത്തില് എല്ലാ ഭരണകാര്യങ്ങളുടെയും ചുമതല പ്രവർത്തിക്കാർക്കായിരുന്നു. അതായത് പ്രവർത്തിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ തഹസീൽദാർ, അതാണ് ഈ പ്രവർത്തിക്കാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ വില്ലേജ് അടിസ്ഥാന ദേശ ഘടകമാക്കി അതിന്റെ ഭരണത്തിന് തഹസീൽദാർമാരെ ഏർപ്പാടാക്കി. ഓക്കെ, ഗ്രാമതലത്തിൽപ്പെടുന്ന എല്ലാ ഭരണകാര്യങ്ങളുടെയും ചുമതല ആർക്കാണ്? ഈ തഹസീൽദാർമാർക്കാണ്. ഇന്നത്തെ തഹസീൽദാർമാരുടെ പദവിയിലുള്ള കാര്യക്കാരുടെ കീഴിൽ പല പകുതികൾ ചേർന്ന മണ്ഡപത്തും വാതുക്കൽ എന്ന ദേശവിഭാഗം സംഘടിപ്പിക്കപ്പെട്ടു. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപത്തും വാതുക്കൽ രൂപീകരിച്ചു. ഇത് ഇന്നത്തെ തഹസീൽദാർമാരുടെ സ്ഥാനമുള്ള കാര്യക്കാരുടെ കീഴിലായിരുന്നു. ഇത് ഇവിടെ പറയുന്നുണ്ട്, ശരിയാണ്. അപ്പൊ ഒന്നുകൂടെ പറയട്ടെ, അത് വില്ലേജിനെ
അടിസ്ഥാന ദേശഘടകമാക്കി, ഏറ്റവും ബേസിക് ആയിട്ട് വില്ലേജ്. അതിന്റെ ഭരണത്തിന് പ്രവർത്തിക്കാരെ നിയമിച്ചുകൊണ്ട് ഭരണ സമ്പ്രദായം പുനഃസ്ഥാപിക്കപ്പെട്ടു. ഗ്രാമതലത്തിൽപ്പെടുന്ന എല്ലാ ഭരണകാര്യങ്ങളുടെയും ചുമതല ആർക്കാണ്? പ്രവർത്തിക്കാർക്കാണ്. ഇന്നത്തെ തഹസീൽദാരുടെ പദവിയിലുള്ള കാര്യക്കാരുടെ കീഴിൽ, അതായത് ആ പ്രവർത്തിക്കാരന്മാരെന്ന് പറയുന്നത് തഹസീൽദാർമാരല്ല, അവരെ കാര്യക്കാരെന്ന് വിളിച്ചു. അപ്പം ഇന്നത്തെ തഹസീൽദാർമാരുടെ പദവിയിലുള്ള കാര്യക്കാരുടെ കീഴിൽ പല വില്ലേജ് ചേർന്ന മണ്ഡപത്തും വാതുക്കൽ എന്ന ദേശീയവിഭാഗം സംഘടിപ്പിക്കപ്പെടുകയും പൊതു ചെലവിന്റെ പല ഇനങ്ങൾക്ക് വേണ്ടി വെവ്വേറെ നിശ്ചിത തുക നീക്കി വെച്ചുകൊണ്ട് പതിവ് കണക്കെന്ന വാർഷിക ബജറ്റ് തയ്യാറാക്കുന്ന സമ്പ്രദായം കൊണ്ടുവരികയും ചെയ്തു. അപ്പൊ പതിവ് കണക്ക് വാർഷിക ബജറ്റാണ്, അത് കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ്. ഈ പറഞ്ഞ പോയിന്റ് ഇവിടെ ശരിയായിട്ട് വരികയും ചെയ്തു. ഇനി നമുക്ക് ഇതുകൂടെ ശരിയാണെന്ന്, രാമപുരത്ത് വാര്യം കുഞ്ചൻ നമ്പ്യാരും അത് ഒന്ന് ശരിയായെന്ന് പറഞ്ഞാൽ മതി. അതിനു മുമ്പായിട്ട് ഇമ്പോർട്ടന്റ് ആണ് തൃപ്പടിദാനം എന്ന് പറയുന്നത്. തൃപ്പടിദാനം എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് തന്നെയാണ്. അപ്പൊ അതും കൂടെ നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞങ്ങ് നിർത്താം, നികുതി കൊണ്ടുപോകണ്ടല്ലോ. അപ്പൊ തൃപ്പടിദാനത്തെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല. മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യത്തെ ആർക്ക് കൊടുത്തു? ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചതാണ് തൃപ്പടിദാനം. നടന്ന വർഷം 1750 ജനുവരി മാസം 3-ാം തീയതിയാണ്, മകരം 5, 925 തൃപ്പടിദാനത്തിന് ശേഷം തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ എന്താ അറിയപ്പെടുന്നത്? പത്മനാഭദാസൻ എന്നറിയപ്പെടാറുണ്ട്. ഈ രണ്ടാം തവണ തൃപ്പടിദാനം നടത്തിയത് ധർമ്മരാജാവായിരുന്നു. അതിന്റെ ഡേറ്റ് 1766. ഇങ്ങനെ ഒരു കൃതി രചിച്ചത് ആരാണ്? ഉമാമഹേശ്വരിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഓർത്തു വെക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ ഒറ്റക്കൽ മണ്ഡപം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ മുന്നോട്ട് ഇങ്ങനെ നീണ്ടു അങ്ങ് പോകും. ഇതുകൊണ്ടോ ഈ പുതുക്കി പണിഞ്ഞത് നമ്മൾ പറഞ്ഞു, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിയുന്നതൊക്കെ ഇദ്ദേഹമായിരുന്നു. അപ്പൊ അറ്റകുറ്റപ്പണികൾ ക്ഷേത്രത്തിൽ നടക്കുന്നതിനോടനുബന്ധിച്ചിട്ട് ഗണ്ഡകി നദീതടത്തിൽ നിന്നും പ്രത്യേകം കൊണ്ടുവന്ന 12,000 സാളഗ്രാമങ്ങൾ കൊണ്ടാണ് ശ്രീ പത്മനാഭസ്വാമി വിഗ്രഹം പുതുക്കി നിർമ്മിച്ചത്. ഒറ്റക്കല്ലുകൊണ്ടുള്ളതും ഒറ്റക്കൽ മണ്ഡപം എന്നും പ്രസിദ്ധമായ മുഖമണ്ഡപത്തിന്റെ നിർമ്മാണം നടന്നതും ഈ ഒരു കാലഘട്ടത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഈ ഭദ്രദീപം, മുറജപം തുടങ്ങിയതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഇനി സാംസ്കാരിക പുരോഗതിയിലേക്ക് വരുമ്പോഴാണ് ഈ പോയിന്റ് ഇവിടെ കിടക്കുന്നത്. നോക്കിക്കേ, മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണത്തിൽ മതത്തിനുണ്ടായ പുരോഗതിക്ക് സമാന്തരമായി സാഹിത്യവും കലകളും വികസിക്കുകയുണ്ടായി. തിരുവനന്തപുരം വൈജ്ഞാനികവും കലാപരവുമായ വ്യാപാരങ്ങളും മുഖ്യരംഗമായി. രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ കവികൾ മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന സദസ്സിനെ അലങ്കരിച്ചു. സോ സ്റ്റേറ്റ്മെന്റ് ഇതും ശരിയായി. എല്ലാ സ്റ്റേറ്റ്മെന്റും വായിച്ചല്ലോ. നോക്കിയേ, കൂത്ത്, പാടകം, കഥകളി, തുള്ളൽ തുടങ്ങിയ ക്ഷേത്രകലകൾ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. ചുവർ ചിത്രകല ശ്രദ്ധാർഹമായ വികാസം നേടിയിരുന്നത് പത്മനാഭപുരം കൊട്ടാരത്തിലെ ചിത്രങ്ങൾക്ക് തെളിവാണ്. അതുപോലെ തിരുവിതാംകൂറിലെ വിപുലീകരണവും കേന്ദ്രീകൃത ഭരണത്തിന്റെ സംസ്ഥാപനവും എന്ന പോലെ മതത്തിനും സാഹിത്യത്തിനും കലകൾക്കുണ്ടായ വികാസവും ഇദ്ദേഹത്തിന്റെ ഭരണത്തെ നമ്മൾ ഇന്നും ഓർത്തിരിക്കാനായിട്ട് കാരണമായിട്ട് തീരുന്നു. അപ്പം എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട പോയിന്റ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും നമ്മൾ മാർത്താണ്ഡവർമ്മയെ പറ്റിയിട്ട് അറിയേണ്ട മിക്ക കാര്യങ്ങളും പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ ഈ രീതിയിൽ തന്നെ മതിയോ? അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളത് ബഡ്ജറ്റ്, ഒന്നുകൂടെ പറയാം, പതിവ് കണക്ക്, ഭരണപരിഷ്കാരം അനുസരിച്ച് ബഡ്ജറ്റിന് അറിയപ്പെടുന്ന പതിവ് കണക്ക്. അതുപോലെ ചെക്ക് പോസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ചെക്ക് പോസ്റ്റ് കടക്കണമെങ്കിൽ പറഞ്ഞില്ലേ, അതിനെ ചൗക്ക അങ്ങനെ വിളിച്ചത് അല്ലെ, ചൗക്ക എന്ന് വിളിച്ചു. ദെൻ താലൂക്ക് ഓഫീസ്, അതായത് വില്ലേജസിനെയാണ് മണ്ഡപത്തും വാതുക്കൽ എന്ന് വിളിച്ചത്. അവിടുത്തെ ഹെഡ് ആരാ? കാര്യക്കാര്, അതായത് തഹസീൽദാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യക്കാരാണ്. ഈ വില്ലേജ് ഓഫീസിനെയാണ് നമ്മൾ വിളിച്ചത്, അതായത് താലൂക്ക് ഓഫീസ് മണ്ഡപത്തും വാതുക്കലും, വില്ലേജ് ഓഫീസ് എന്ന് പറയുന്ന പകുതി എന്ന് വിളിച്ചു. ഓക്കെ, പകുതി എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അപ്പം ഈ വില്ലേജിന്റെ ഹെഡ് ആയിരുന്നു പ്രവർത്തിക്കാർ അല്ലെ, പ്രവർത്തിക്കാർ. അപ്പൊ പകുതി മീൻസ് വില്ലേജും, താലൂക്ക് ഓഫീസാണ് മണ്ഡപത്ത്. താലൂക്ക് വരുമ്പോൾ മണ്ഡപത്തും വാതുക്കല്. താലൂക്ക് ഓഫീസിന്റെ ഹെഡ് കാര്യക്കാരും വില്ലേജ് ഓഫീസിന്റെ ഹെഡാണ് പ്രവർത്തിക്കാര്. അത് തമ്മിൽ തെറ്റിപ്പോകരുത്. പറയുമ്പം കൃത്യമായിട്ട് പറയാത്തത് കൊണ്ടാണ് ഒന്നും കൂടെ എടുത്തു പറഞ്ഞത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഞാൻ പറയുന്നത് സ്പീഡിലാണെങ്കിലോ അല്ലെങ്കിൽ പറയുന്നതിനകത്ത് ക്ലാരിറ്റി കുറവുണ്ടെങ്കിലോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.